ഹലോ നമസ്കാരം. നമ്മളിന്ന് പുറത്തുനിന്ന് മേടിക്കാത്ത ചിക്കൻ മസാലയും ഗരം മസാലയും നമ്മൾ പുറത്തുനിന്ന് മേടിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മസാല കൂട്ട് വെച്ച് നല്ല അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? വായോ. അതിലേക്ക് ആവശ്യമായ തക്കാളി, സബോള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നന്നായി എണ്ണ ചൂടായി കഴിയുമ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് സബോളയൊക്കെ ഇട്ട് നന്നായി വഴറ്റുക. നന്നായി വഴറ്റിയ ശേഷം മാത്രമേ നമ്മൾ തക്കാളി ഇടുന്നുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതിൽ മസാലക്കൂട്ട് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു തരാം. നാളികേരത്തിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് ചേർക്കണേന്നുള്ളത്. നാളികേരം വറുക്കുന്നതിന് മുന്നേ ഞാൻ വറ്റൽമുളകും 2 മണി നമ്മുടെ സാദാ അരി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നാളികേരത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെരിഞ്ചീരകം ഒന്നും ചേർക്കുന്നില്ല. എൻ്റെ വീട്ടിലുണ്ടായ കറുവപ്പട്ടയുടെ അത് ഞാൻ ചീന്തി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു കഷ്ണം മാത്രമേ നമ്മൾ മസാല എന്ന് പറയാനായിട്ട് ചേർക്കുന്നുള്ളൂ. പിന്നെ അത് നന്നായി വഴണ്ടി വരുമ്പോൾ 4 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ കറിയുടെ സ്വാദ് എന്ന് പറയണത്. അത് ഞാൻ ലാസ്റ്റ് പറയാം. കൂടി ചേർത്തിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. അതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്വാദായിരിക്കും. ഓൾറെഡി നമ്മൾ വറുത്തരച്ച് അതായത് വറ്റൽമുളക് വെച്ചത് കൊണ്ട് 2 ടീസ്പൂൺ മാത്രമേ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. ലേശം മഞ്ഞൾപ്പൊടിയും ഞാൻ കോഴിയിൽ മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്പി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റായി അത് വെച്ചിട്ട്. അപ്പോൾ അത് നന്നായി പിടിക്കട്ടെ. വേറെ മസാലകളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇത് നന്നായി എണ്ണ തെളിയുന്ന വരെ നന്നായി വഴണ്ടി വരുമ്പോഴാണ് നമ്മൾ കോഴി ചേർക്കണത് തന്നെ. നമുക്കത് വഴണ്ടി കിട്ടാൻ ഇത്തിരി വെളിച്ചെണ്ണയുടെ കുറവുണ്ടെങ്കിൽ 2 തുള്ളിയും കൂടി ആക്കി നമുക്ക് ഒഴിച്ച് വെക്കാം. അത് നന്നായി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തെളിഞ്ഞ് വരുന്ന പോലെ നമ്മൾ വഴറ്റി നന്നായിട്ട് എടുക്കുക. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതുപോലെ നമ്മൾ ഈ വഴണ്ട് വന്നതിലേക്ക് നമ്മൾ കുറേശ്ശെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതൊരു 5 മിനിറ്റോളം നമ്മൾ അടച്ച് വെച്ച് നന്നായി വേവിക്കുക. പരമാവധി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെന്നാണ് ഒരു വിശ്വാസം. എനിക്ക് മറ്റുള്ളവർ പറഞ്ഞു തരുന്ന പോലെ യൂട്യൂബിൽ പറയുന്ന ആൾക്കാർ പറയുന്ന പോലെ ഹായ് ഗൈസ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറയാനറിയില്ല. പറഞ്ഞ് തരുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ. നമ്മുടെ വീട്ടിൽ മസാലകളൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല വറുത്തരച്ച കറി ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അത് കൂടിയാണ് ഞാൻ ഇതിൽ കൂടെ പറഞ്ഞു തരുന്നത്. നന്നായി അടച്ച് വെച്ച് നമ്മൾ ഇത് വേവിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ വറുത്തരച്ച മസാലകളൊക്കെ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തൊരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടെന്നുള്ളത്. അത് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു തരാവുന്നതാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നമ്മൾ അരച്ച് വെച്ച മസാലക്കൂട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പാകത്തിനുള്ള വെള്ളവും ഇതിനകത്ത് ചേർക്കുക. നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. വേറെ ഐറ്റംസ് ഒന്നും ഇതിനകത്ത് വേറെ ചെയ്യേണ്ടത് ആവശ്യമില്ല. ഞാൻ ആ മസാലക്കൂട്ട് ഇതിനകത്ത് ഇട്ടതിൻ്റെ ശേഷം നന്നായി യോജിപ്പിച്ചതിൻ്റെ ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തൊരു ഇൻഗ്രീഡിയൻസ് ചേർത്തുന്നത്. അത് വേറെ ഒന്നുമല്ല, കുറച്ച് കടുകായിരുന്നു. കടുക് ചേർത്ത് നമ്മുടെ പാത്രങ്ങളൊന്നും ഒട്ടിപ്പിടിക്കുക. അത് മീൻ വറുക്കുമ്പോഴും കൂടി ചേർത്താൽ നല്ല സ്വാദിഷ്ടമായിരിക്കും. അതിൻ്റെ കുത്തോ വേറെ രുചിയൊന്നും എടുത്തറിയിക്കില്ല. ഭയങ്കര സ്വാദിഷ്ടമാണത്. അതൊന്ന് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. പണ്ട് കാലത്ത് സാധനങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പോൾ പണ്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കറിക്കൊക്കെ നല്ല സ്വാദിഷ്ടമാണ്. ഇത് ഞാനൊന്ന് വെറുതെ ട്രൈ ചെയ്ത, ഞാൻ പണ്ടെങ്ങാണ്ടോ കഴിച്ച ആ സ്വാദ് എൻ്റെ വായിൽ വന്നപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അറിയായിരുന്നു. എൻ്റെ അമ്മായിയാണ് ഇതൊക്കെ ഈ കൂട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നത്. അപ്പം ഞാനത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് എൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കഴിഞ്ഞ് 5 മിനിറ്റ് അടച്ച് വെച്ച് നന്നായി വേവട്ടെ. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. വേണമെങ്കിൽ പരണ്ടെടുക്കണ പോലെ എടുക്കുകയും ചെയ്യാം. നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ആകാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഞാൻ ഇത്തിരി ചാറ് പോലെ ആക്കി. കാരണം വെച്ചാൽ ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ ഇത്തിരി ചാറുണ്ടാവണം, നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ ആ രീതിക്കാണ് ചെയ്തിരിക്കണത്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനത്തെ കറി ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ വേറെ സൗണ്ടുകൾ കേൾക്കണത് മകൻ പഠിക്കുകയാണ്. മോളത് പറഞ്ഞു കൊടുക്കുകയാണ്. നാളെ അവന് പരീക്ഷയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടുകളൊക്കെയാണ്. എല്ലാവരും ക്ഷമിക്കണം.
ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും തൂവി ഒരു 5 മിനിറ്റ് അടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ കറി നമുക്ക് ഒരു പാത്രത്തിലാക്കി ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്ത് കൂടെയും വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഈവൻ എന്താ പറയുക വട്ടയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിച്ചാൽ അതിലേറെ നല്ല എന്താ പറയുക ആ ടേസ്റ്റ് നിങ്ങളുടെ വായിൽ നിന്ന് മാറില്ല. അത്രയും ടേസ്റ്റാണ്. ഇത് കഴിച്ചു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ രുചിക്കൂട്ടിലേക്ക് എന്താ പറയുക ഞാൻ ചെയ്യുന്ന പാചകങ്ങൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ വീണ്ടും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അടുത്ത വീഡിയോയുമായി കാണാം രുചിക്കൂട്ടിൽ. ബായ്.